നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തലൂരിൽ വീണ്ടും അപകടം. റോഡരികിൽ പാർക്ക് ചെയ്ത ഓട്ടോയിലും KSRTC ബസ്സിലും ഇടിച്ച് സൈക്കിൾ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. പനയമ്പാടം സ്വദേശി എടക്കുന്നിക്കാരൻ കുട്ടനാണ് പരിക്കേറ്റത്. റോഡരികിൽ പാർക്ക് ചെയ്ത ഓട്ടോയിൽ തട്ടി നിയന്ത്രണം വിട്ട സൈക്കിളിൽ നിന്ന് കുട്ടൻ KSRTC ബസിന്റെ വശത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തലയിൽ സാരമായി പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ NCTVക്ക് ലഭിച്ചു. ഏതാനും ദിവസം മുൻപ് ഈ ഭാഗത്ത് റോഡരികിൽ പാർക്ക് ചെയ്ത കാറിൽ തട്ടിയ മറ്റൊരു കാർ നിയന്ത്രണം വിട്ട് തല കീഴായി മറിഞ്ഞിരുന്നു. ഇവിടെ റോഡിലേക്ക് കയറ്റി വാഹനങ്ങൾ അനിയന്ത്രിതമായി പാർക്ക് ചെയ്യുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാൽനട യാത്രക്കാരുടെ പാത കയ്യേറിയാണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്നാണ് ആരോപണം. DYFI സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ കൊടി ഉയർന്നു. സമ്മേളന നഗരിയായ റീജിയണൽ തിയേറ്ററിൽ സ്വാഗത സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദറാണ് കൊടി ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പതാക, കൊടിമര, ദീപശിഖ ജാഥകൾക്ക് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. ആദ്യമായാണ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ ലക്ഷദ്വീപിൽ നിന്നടക്കം 615 പ്രതിനിധികളാവും പങ്കെടുക്കുക. തലമുറമാറ്റവും നേതൃത്വമാറ്റവും പ്രതീക്ഷിക്കുന്ന സമ്മേളനത്തിൽ പ്രായപരിധി, മാനദണ്ഡ, ഭാരവാഹി തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പാർട്ടി ഫ്രാക്ഷൻ ചേർന്ന് തീരുമാനിക്കപ്പെട്ട ഭാരവാഹികളുടെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നതും തൃശൂർ സമ്മേളനത്തിൽ ഉറ്റുനോക്കുന്ന കാര്യമാണ്. 4 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ വിവിധ സെക്ഷനുകളിലായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, SFI ദേശീയ നേതാവ് ഐഷി ഘോഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കേരള കർഷക സംഘം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കർഷക സംഘം പറപ്പൂക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുമ്പാളിൽ പതാക ദിനാചരണം നടത്തി. സംഘം മേഖലാ കമ്മിറ്റി അംഗവും മുതിർന്ന കർഷകനുമായ KV രാജൻ പതാക ഉയർത്തി. കർഷക സംഘം മേഖലാ സെക്രട്ടറി ഷാജു കോമ്പാരക്കാരൻ, പ്രസിഡന്റ് മധു കൈപ്പിള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. സെപ്റ്റംബർ 5, 6 തീയതികളിലായാണ് ചേലക്കരയിൽ സമ്മേളനം നടക്കുന്നത്. സ്വർണവിലയിൽ വൻ കുതിപ്പ്. പവന് ഒറ്റയടിക്ക് 3160 രൂപ വർദ്ധിച്ചു. സ്വർണത്തിന് വ്യാഴാഴ്ചയിലെ വിപണി വില 1,16,800 രൂപയിലെത്തി. ഗ്രാമിന് 395 രൂപ കൂടി 14,600 രൂപയാണ് പുതിയ നിരക്ക്. ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4,500 കടന്നതാണ് സംസ്ഥാനത്തെ വിപണിയിലും വൻ വർധനവിന് കാരണമായത്. അതേസമയം വെള്ളിവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. 1 ഗ്രാം വെള്ളിക്ക് 255 രൂപയും പവന് 2,550 രൂപയുമാണ് നിലവിലെ വിപണി വില. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,600 രൂപയും പവന് 1,16,800 രൂപയും രേഖപ്പെടുത്തി. KSRTC റിട്ടയർഡ് ജീവനക്കാരനും നന്ദിപുലം സർവീസ് സഹകരണ ബാങ്ക് മുൻ ഭരണസമിതി അംഗവുമായ നന്ദിപുലം മാനൂർ മുല്ലക്കപ്പറമ്പിൽ പ്രഭാകരൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിൽ. രാജു, രാജി, രജനീഷ് എന്നിവർ മക്കളും സരിത, രമ്യ, പരേതനായ മനോജ് എന്നിവർ മരുമക്കളുമാണ്. നന്ദിക്കര കോമത്തുകാട്ടിൽ പരേതനായ ഗംഗാധരന്റെ ഭാര്യ ലതിക അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 3 മണിക്ക് സ്വവസതിയിൽ.
രഘുറാം, ജ്യോതി, ജിജി, രശ്മി എന്നിവർ മക്കളും സ്മിന, ചാരുദത്തൻ, ജയരാജ്, ഷാജൂൺ കാരാൽ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.